ഇത്തരം ആക്രമണങ്ങളൊക്കെ ഇങ്ങനെ തുടരെ നടക്കുമ്പോൾ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു, ആളുകൾക്ക് പരിക്കേൽക്കുന്നു. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സഹായം നൽകേണ്ട വകുപ്പുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ വന്യമൃഗാക്രമണത്തിലെ ഇരകൾക്കും മരിച്ചവരുടെ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം നൽകുന്നതടക്കം ഇഴഞ്ഞു നീങ്ങുമ്പോൾ വനം വകുപ്പിൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. 30,000-ഓളം ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇതിനിടയിൽ ഭരണനിർവഹണ ചുമതലയുള്ള അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജി ഹണീന്ദ്രകുമാർ റാവു IFS 1.5 മാസമായി അവധിയിലുമാണ്. സംസ്ഥാനത്ത് വന്യമൃഗ മനുഷ്യ സംഘർഷം അടക്കമുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കവെയാണ് വനം വകുപ്പിൽ വൻതോതിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത്. 29,327 ഫയലുകളാണ് തീർപ്പ് കൽപ്പിക്കാൻ അവശേഷിക്കുന്നത്. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 6,000-ലധികം പേർക്കുള്ള നഷ്ടപരിഹാരമടക്കം ഇതിൽ ഉൾപ്പെടും. പേരാവൂർ MLA സണ്ണി ജോസഫ് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് വനം വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയിലാണ് കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ കണക്കുള്ളത്. അതേസമയം വകുപ്പിൽ ഭരണനിർവഹണ ചുമതലയുള്ള അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജി ഹണീന്ദ്രകുമാർ റാവു 1.5 മാസമായി അവധിയിലാണ്. വകുപ്പ് മന്ത്രിയുടെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘടനാ നേതാക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസം മൂലമാണ് ഹണീന്ദ്രകുമാർ മാറി നിൽക്കുന്നതെന്നാണ് സൂചന. നിലവിൽ P. പുകഴേന്തി IFS-നാണ് തസ്തികയുടെ അധിക ചുമതല. എന്നാൽ സംഘടനാ നേതാക്കളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഘർഷം വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആരോപണം. മീഡിയ 1 തിരുവനന്തപുരം.